എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നൊരു കുഞ്ഞൻ മത്തി കറിയും വറുത്തതുമാണ്. വാളൻ പുളി ഇട്ടിട്ടുള്ള ഇതല്ല, നമ്മുടെ മറ്റേ പുളി ഉണ്ടല്ലോ അതാണിട്ടുള്ള കറിയാണ്. കൊടംപുളി, വാളൻപുളിയല്ല, കൊടംപുളി ഇട്ട് വെച്ച കറിയാണ്. കൊടംപുളിയാണ് ഇട്ട് വെച്ചിരുന്നത് ഞാൻ. അപ്പോൾ അതിന് ഇഞ്ചി, ഒരു ലക്ഷം ഇഞ്ചി, വെളുത്തുള്ളി, ഒരു പിടി കുഞ്ഞനുള്ളി, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉലുവ എല്ലാം ഇട്ട് താളിച്ച ശേഷം അവസാനം മുളക്, മല്ലി, മഞ്ഞൾപ്പൊടി ഇട്ടു, തക്കാളി ഇട്ടു. എല്ലാവർക്കും അറിയാമല്ലോ, പിന്നെ ഇപ്പോൾ ഞാൻ ഇട്ടിട്ടുണ്ട് വീഡിയോ, ഞാൻ വീണ്ടും വീണ്ടും പറയുന്നില്ല. അപ്പോൾ നമ്മുടെ കുടംപുളി ഇട്ടു ലാസ്റ്റ്. മുളക്, മഞ്ഞൾ, മല്ലി വറുത്തത്, മുളക്, മഞ്ഞൾ, മല്ലി, പിന്നെ കുടംപുളി, ഇഞ്ചി, വെളുത്തുള്ളി ഒരു വെളുത്തുള്ളി ഇട്ടിട്ടുള്ളൂ, ഇഞ്ചി ഒരു കഷ്ണം. അങ്ങനെ എല്ലാം ഇട്ട് നല്ല വഴറ്റി കൊടുത്തു. അതിന് ശേഷം പൊടി ഇട്ട് കൊടുത്തു. അതിന് ശേഷം നമ്മൾ തക്കാളി ഇട്ട് കൊടുത്തു, അടച്ചു വെച്ചു. പാകത്തിന് വെള്ളം ഒഴിച്ച് അടച്ചു വെച്ചു. കറിവേപ്പില ഇട്ട് കൊടുത്തു. നല്ല ഇനി വെട്ടി തിളയ്ക്കണം, ഒരു 10 മിനിറ്റോളം വെട്ടി തിളയ്ക്കണം. നല്ല വെട്ടി തിളച്ച് ഒന്ന് ഗ്രേവി ആയിട്ട് വരട്ടെ. നല്ലോണം വെള്ളം വേണ്ടച്ചാൽ അങ്ങനെ ആക്കാം, കുറച്ച് വെള്ളത്തോടെ വേണമെങ്കിൽ അങ്ങനെ ആക്കാം. പാകത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പുറം പിന്നെ നമ്മുടെ കുഞ്ഞൻ മത്തി, നല്ല ടേസ്റ്റുള്ള മത്തിയാണ്. അപ്പോൾ അത് കുറച്ച് പകുതി, ഒരു 1/2 കിലോ ഉണ്ട്, പകുതി വറുക്കാനും പകുതി കൂട്ടാൻ വയ്ക്കാൻ അങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് പകുതി വറുക്കുന്നുണ്ട്, പകുതി കൂട്ടാനിലേക്ക് ഇടുകയാണ്. അടിപൊളി സൂപ്പർ ടേസ്റ്റാണ്. കുഞ്ഞൻ മത്തി കുടംപുളി ഇട്ട് വെച്ചതാണ്. അപ്പോൾ പാകത്തിന് ഓവർ പുളിപ്പൊന്നും വരില്ല, അങ്ങനത്താണുള്ള കുടംപുളി. അപ്പോൾ പാകത്ത് തിളച്ച് ഒരു 10 മിനിറ്റ് ആയ ശേഷം നമ്മുടെ അതിന് മീറ്റ് കൊടുക്കാം. മീറ്റ് കൊടുത്ത് 2 മിനിറ്റിനുള്ളിൽ നമുക്ക് ഇറക്കി വെച്ച് സിമ്മിലിടാം, ഒരു 5 മിനിറ്റ്. അപ്പോൾ നമ്മളങ്ങനെ കറി തയ്യാറായി. ഇത്രേ പണിയുള്ളൂ, സിമ്പിളാണ്, ടേസ്റ്റുമാണ്. അങ്ങനെ കറി തയ്യാറായി. നമുക്ക് ബാക്കിയുള്ളത് വറുത്ത് കൊടുക്കാം. മുളക്, മഞ്ഞൾ, ഉപ്പ് മാത്രം ഇട്ട് തിരുമ്പി വെച്ച മത്തിയാണ്. മുളക്, മഞ്ഞൾ, ഉപ്പ് മാത്രം ഇട്ടുള്ളൂ, വേറെ ഒന്നും ഇട്ടിട്ടില്ല, തിരുമ്പി വെച്ചാണ്. അപ്പോൾ അത് വറക്കണമുണ്ട്. എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെയാണ്, എല്ലാവർക്കും അറിയാം. പക്ഷെ ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഇട്ടൊന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ സിമ്പിളുമാണ്, ടേസ്റ്റുമാണ്. വേറെ നോക്കി തുടച്ച് അതിലേക്ക് ഇട്ട് കൊടുത്തു. മത്തി, മുളക്, മഞ്ഞൾ, ഉപ്പ് പാകത്തിന് അത്ര ഇട്ട് കൊടുത്തിട്ടുള്ളൂ, വേറെ ഒന്നും ഇട്ടിട്ടില്ല വറക്കാൻ. അപ്പോൾ അങ്ങനെ നമ്മുടെ കറിയായി. മീൻ വറുത്തും സെറ്റായി കൊണ്ടിരിക്കുകയാണ്. തിരിച്ചും മറിച്ചിട്ട് കൊടുത്ത് വേവിച്ചെടുക്കാം, നമുക്ക് ഉണയിക്കാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, ഉണ്ടാക്കാത്തവരൊക്കെ. കുടംപുളി ഇട്ട് വെച്ചത്. അപ്പോൾ സിമ്പിൾ ടേസ്റ്റായ മത്തിക്കറി, മത്തി വറുത്തതുമാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അങ്ങനെ കുടംപുളി ഇട്ട് വെച്ച മീൻ കറിയാണ്. അതുകൊണ്ട് എപ്പോഴും വാളൻപുളി ഇട്ട് വയ്ക്കണവർ ഒന്ന് കുടംപുളി ഇട്ടിട്ട് വെച്ചിട്ട് നോക്കി നോക്കുക, അപ്പോഴേ അതിൻ്റെ ടേസ്റ്റ് അറിയുള്ളൂ. നല്ല രസമാണ്. അധികം ഇതൊന്നും പുളിപ്പില്ലാത്ത, മറ്റേ വാളൻപുളി നല്ല പുളിക്കുന്നത്, പാകത്തിനാണ് പുളിപ്പ്. അപ്പോൾ അതുകൊണ്ടാണ് പറയണത്. അപ്പോൾ എല്ലാവരും ഉണ്ടായി കഴിച്ച് നോക്കുക. ഞാനും കഴിക്കട്ടെ. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. സൂപ്പർ ടേസ്റ്റായ മത്തിക്കറിയും മത്തി വറുത്തതും ഉണയിക്കാം. എല്ലാവരും വരൂ. വഴുതനങ്ങ ഉപ്പേരിയുണ്ട്, മത്തി വറുത്തും മത്തിക്കറി. വീണ്ടും കാണാം. എന്നാൽ കഴിക്കാം.